ഹായ് ഓൾ, വെൽക്കം ടു ട്യൂട്ടേഴ്സ്. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ +1 ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്ററായ മോഷനിൻ്റെ സ്ട്രെയിറ്റ് ലൈനിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് ഗ്രാഫ്സ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് മോഷൻ ഗ്രാഫ്സ് എന്ന് പറയുന്നത്? നമുക്കറിയാം, അത് മോഷൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. എങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഓവർ ടൈം മൂവ് ചെയ്യുന്നു എന്നതിനെ നമ്മൾ ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്യാനാണ് മോഷൻ ഗ്രാഫ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മോഷൻ ഗ്രാഫ്സിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഒന്നും ഇൻവോൾവ് ചെയ്യിക്കാണ്ട് ജസ്റ്റ് നമുക്ക് എന്താണ് ഒരു ഗ്രാഫ് ഉപയോഗിച്ച് നമുക്കൊരു ഒബ്ജക്റ്റ് എങ്ങനെ സമയം മാറുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എങ്ങനെ മാറുന്നു, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എങ്ങനെ മാറുന്നു, അല്ലെങ്കിൽ ആക്സലറേഷൻ എങ്ങനെ മാറുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊരു ഗ്രാഫിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിഷ്വലൈസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് നമ്മുടെ മോഷൻ ഗ്രാഫ്സിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോയാലോ? നമുക്ക് ആദ്യം നമ്മുടെ ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകളിലേക്കോ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ് ബാച്ചുകളിലേക്കോ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? മോഷൻ ഗ്രാഫ്സിനെ കുറിച്ചിട്ടാണ്. അതിൽ ആദ്യത്തേതാണ് നമ്മുടെ പൊസിഷൻ ടൈം ഗ്രാഫ്. എന്താണ്? പൊസിഷൻ ടൈം ഗ്രാഫ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ ഗ്രാഫിൻ്റെ കാര്യമല്ലേ പറയുന്നത്. അപ്പോൾ ഒരാക്സിസിൽ ടൈമും ഒരാക്സിസിൽ പൊസിഷനും ആയിരിക്കും നമുക്ക് എടുക്കേണ്ടത്. അപ്പം നമുക്കിവിടെ നമ്മുടെ എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ എന്തെടുക്കാം? പൊസിഷനും എടുക്കാം. ഇനിയും ഇവിടെ നോക്കിക്കേ, ഒരു സ്റ്റേഷനറി ഒബ്ജക്റ്റിനെ നമുക്ക് ഈ പൊസിഷൻ ടൈം ഗ്രാഫിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നാണ്. എന്താണ് ഒരു സ്റ്റേഷനറി ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഒരു സ്റ്റേഷനറി ഒബ്ജക്റ്റ്? സമയം മാറുന്നതനുസരിച്ചിട്ട് ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്തിന് മാറ്റമൊന്നുമില്ല. അതായത് ഒബ്ജക്റ്റ് റെസ്റ്റിംഗ് സ്റ്റേറ്റിലാണ്, ഒരു പൊസിഷനിൽ അതേപോലെ നിൽക്കുകയാണ്. സമയം മാറുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? ഒബ്ജക്റ്റ് ആ പൊസിഷനിൽ നിന്ന് മാറുന്നില്ല. അങ്ങനെയുള്ള ഒബ്ജക്റ്റിനെയാണ് നമ്മൾ സ്റ്റേഷനറി ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ സ്റ്റേഷനറി ഒബ്ജക്റ്റിനെ നമുക്ക് ഈ പൊസിഷൻ ടൈം ഗ്രാഫിൽ എങ്ങനെ കാണിക്കാൻ പറ്റും? ദാ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, വിച്ച് ഈസ് പാരലൽ ടു ദി ടൈം ആക്സിസ്. ടൈം ആക്സിസിന് പാരലായിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് സ്റ്റേഷനറി ഒബ്ജക്റ്റ് പൊസിഷൻ ടൈം ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പം കിട്ടുന്നത്. ഇവിടെ നോക്കിക്കേ, സമയം ഈ ഗ്രാഫിൽ ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിലെ ഓരോ പോയിന്റുകളും നമ്മൾ എടുത്താലും സമയം മാറുന്നുണ്ട്, പക്ഷെ എന്ത് മാറുന്നില്ല? പൊസിഷൻ അവിടെ ചേഞ്ച് ചെയ്യുന്നില്ല. ഇങ്ങനെയാണ് ഒരു സ്റ്റേഷനറി ഒബ്ജക്റ്റിനെ നമുക്ക് പൊസിഷൻ ടൈം ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അടുത്തത് നോക്കിക്കേ, അടുത്തതാണ് പാർട്ടിക്കിൾ മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി. ഇനി നമുക്ക് പൊസിഷൻ ടൈം ഗ്രാഫിൽ ഒരു യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിനെ എങ്ങനെ കാണിക്കും? പൊസിഷൻ ടൈം ഗ്രാഫിൽ എന്താണ്? നമുക്ക് പൊസിഷൻ ടൈം ഗ്രാഫാണ് വേണ്ടുന്നത്. നമ്മുടെ ടൈം നമ്മൾ എക്സ് ആക്സിസിൽ വരയ്ക്കുന്നു, പൊസിഷൻ നമ്മൾ വൈ ആക്സിസിൽ വരയ്ക്കുന്നു. ഇവിടെ നമുക്ക് എന്താ വേണ്ടുന്നത്? സമയം മാറുന്നതനുസരിച്ചിട്ട് ഈ സാധനം ഈ ഒരു ഒബ്ജക്റ്റ് എന്താണ്? യൂണിഫോം വെലോസിറ്റിയിലാണ്. അതായത് ഇറ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ടൈം ഇൻ്റർവൽ. അതല്ലേ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഈക്വൽ ടൈം ഇൻ്റർവൽ. അതാണ് നമ്മുടെ യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ യൂണിഫോം മോഷനിലുള്ള ഒബ്ജക്റ്റുകൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് എന്തായിരിക്കും? വിച്ച് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻഡ് ടു ബോത്ത് ദി ആക്സിസ്. ടൈം ആക്സിസിനും അതേപോലെ പൊസിഷൻ ആക്സിസിനും ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമ്മൾ യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെ പൊസിഷൻ ടൈം ഗ്രാഫിൽ വരയ്ക്കുമ്പോൾ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനിയും ഇവിടെ നമുക്ക് ഈ ഒരു ഗ്രാഫിന് ഒരു യൂസ് ഉണ്ട്. എന്താണ് ഇതിൻ്റെ യൂസ്? നമുക്ക് ഈ ഗ്രാഫ് ഒന്നും കൂടെ ഒന്ന് പ്ലോട്ട് ചെയ്താലോ? ഗ്രാഫ് എങ്ങനെയാണ് ഉള്ളത്? നമ്മുടെ ടൈം ആക്സിസ് എക്സിലും പൊസിഷൻ ആണെങ്കിൽ വൈയിലും ഉണ്ട്. നമ്മളിവിടെ ദാ ഇങ്ങനെയായിരുന്നു ഗ്രാഫ് പ്ലോട്ട് ചെയ്തിരുന്നത്. ഇവിടെ എന്താ? നമ്മൾ ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. നോക്കാം, കിട്ടുന്നുണ്ടോ നോക്കാം. നമുക്കിവിടെ സ്ലോപ്പ് എടുക്കാം. ചെറിയൊരു പൊസിഷൻ നമ്മൾ എടുക്കുന്നു. സ്ലോപ്പ് കാണുന്നത് എങ്ങനെയാ? ചേഞ്ച് ഇൻ വൈ ആക്സിസ് ബൈ ചേഞ്ച് ഇൻ എക്സ് ആക്സിസ് ആണ്. ഇവിടെ നോക്കിക്കേ, സ്ലോപ്പ് കാണുമ്പോൾ ഇവിടെ വൈ ആക്സിസിലുള്ളത് ആരാ? പൊസിഷൻ ആണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വിളിക്കാം? ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വിളിക്കാം. അതായത് പൊസിഷൻ
ചേഞ്ച് ഇൻ പൊസിഷൻ ആണ് എന്തെന്ന് പറയാം, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷൻ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വിളിക്കാം, നമ്മുടെ വൈ ആക്സിസിൽ പൊസിഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. എക്സ് ആക്സിസിൽ ആരാണുള്ളത്, സമയമാണ്. ആരാണ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ, വെലോസിറ്റി അല്ലേ. വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി, വിച്ച് ഇസ് ഈക്വൽ ടു വെലോസിറ്റി. അതായത് നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫിൽ യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് ആയിരിക്കും കിട്ടുന്നത്. ആ ഗ്രാഫിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആരെ കിട്ടും, വെലോസിറ്റിയെ കിട്ടും. ഇതാണ് ഈ ഒരു ഗ്രാഫിൻ്റെ യൂസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അടുത്തതാണ് പാർട്ടിക്കിൾ മൂവിങ് വിത്ത് നോൺ യൂണിഫോം വെലോസിറ്റി. എന്താണ് യൂണിഫോം വെലോസിറ്റി അല്ല, ഇറ്റ് ഈസ് കവറിങ് അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ടൈം ഇൻ്റർവൽ. അൺഈക്വൽ ഡിസ്റ്റൻസുകളാണ് ഇവിടെ, അല്ലെങ്കിൽ അൺഈക്വൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഇവിടെ ഈ ഒരു വസ്തുവിന് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ കാണിക്കാൻ പറ്റും, നോൺ യൂണിഫോം വെലോസിറ്റി എക്സ് ആക്സിസിൽ നമുക്ക് സമയം എടുക്കാം, വൈ ആക്സിസിൽ നമുക്ക് പൊസിഷൻ എടുക്കാം. ഇനി നമുക്ക് നോൺ യൂണിഫോം വെലോസിറ്റി ആണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഒബ്ജക്റ്റ് ആക്സലറേറ്റിംഗ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ കാണിക്കാൻ പറ്റും, ഇതാ ഇങ്ങനെ ഒരു അപ്വേർഡ് കർവ് നമുക്ക് കാണിക്കാം. ഇത് ആക്സലറേറ്റിംഗ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണിക്കാം. ഇനിയും ഇത് തന്നെ ഡീസലറേറ്റിംഗ് ആണെങ്കിൽ എങ്ങനെ കാണിക്കാൻ പറ്റും, നമുക്ക് ടൈം ആക്സിസിൽ എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ പൊസിഷനും എടുത്തു കഴിഞ്ഞാൽ ഇത് ഡീസലറേറ്റിംഗ് ആണെങ്കിൽ നമുക്കൊരു ഡൗൺവേർഡ് കർവ് ഇതാ ഇങ്ങനെ കാണിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെ നമുക്ക് ആക്സലറേറ്റിങ്ങിനെ ഇങ്ങനെയും ഡീസലറേറ്റിംഗ് ആണെങ്കിൽ ഇങ്ങനെയും നമുക്ക് ഗ്രാഫുകളിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതെന്താ, പൊസിഷൻ ടൈം ഗ്രാഫിൽ നോൺ യൂണിഫോം വെലോസിറ്റിയിൽ വരുന്നവരെയാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഓക്കെ ആണോ, ക്ലിയർ ആണോ? ഇനിയും അടുത്തതാണ്, നമ്മളിപ്പോൾ എന്താ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി അടുത്ത കേസാണ് എന്ത്, വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി എങ്ങനെ മാറുന്നു, ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി സമയത്തിനനുസരിച്ച് എങ്ങനെ മാറുന്നു എന്ന് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാകും. അപ്പോൾ നോക്കിയേ, ആദ്യത്തെ കേസ് എന്താ, നമുക്ക് പാർട്ടിക്കിൾ വിത്ത് യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ യൂണിഫോം മോഷൻ. ഒരു പാർട്ടിക്കിൾ യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് എങ്ങനെ കാണിക്കാൻ പറ്റും, സമയത്തിനെ നമുക്ക് എക്സ് ആക്സിസിൽ കൊടുക്കാം, വെലോസിറ്റിയെ വൈ ആക്സിസിൽ കൊടുക്കാം. എന്താ ഇവിടെ, യൂണിഫോം വെലോസിറ്റിയാണ്. വെലോസിറ്റി എന്താണ്, യൂണിഫോം ആണ്. സമയം മാറുന്നതനുസരിച്ചിട്ട് ഇവിടെ വെലോസിറ്റി മാറുന്നില്ല അല്ലേ. അപ്പോൾ യൂണിഫോം വെലോസിറ്റി ആണ് എങ്കിൽ എങ്ങനെ കാണിക്കാൻ പറ്റും, വിച്ച് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻഡ് ടു ദി ടൈം ആക്സിസ്. സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദി ടൈം ആക്സിസ്. ടൈം ആക്സിസിന് പാരലായിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈനാണ് നമുക്കിവിടെ വെലോസിറ്റി ടൈം ഗ്രാഫിൽ യൂണിഫോം വെലോസിറ്റിയെ കാണിക്കേണ്ടി വന്നാൽ നമുക്ക് കിട്ടുന്നത് ഇതാണ്. ഓക്കെ ആണോ, ക്ലിയർ ആണോ? ഇനി നോക്കിക്കേ, ഈ ഗ്രാഫിൻ്റെ യൂസ് എന്താണ് നമുക്ക് പറയാൻ പറ്റുന്നത് നോക്കാം. നമുക്കൊന്നും കൂടെ ഈ ഗ്രാഫ് ഒന്ന് പ്ലോട്ട് ചെയ്യാം. വെലോസിറ്റി ടൈം ഗ്രാഫ്, എക്സ് ആക്സിസിൽ ടൈം, വൈ ആക്സിസിൽ വെലോസിറ്റി, യൂണിഫോം വെലോസിറ്റി ആണ്. അതായത് സമയം മാറുന്നു പക്ഷേ വെലോസിറ്റി സെയിം തന്നെയാണ്. അതാണ് യൂണിഫോം വെലോസിറ്റി. ഇതിൻ്റെ ഏരിയ നമ്മൾ എടുക്കുകയാണ്, അതായത് അണ്ടർ ദിസ് ഗ്രാഫ്, ഈ ഗ്രാഫിന് അണ്ടറിലുള്ള ഏരിയ എടുത്തു കഴിഞ്ഞാൽ, അതായത് ഇതിന് അണ്ടർ എന്ന് പറയുമ്പോൾ എന്താ, ഇത്രയും പോർഷൻ എടുക്കുക, ഈ ഇത്രയും പോർഷൻ്റെ ഏരിയ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് നോക്കിക്കേ. ഇപ്പോൾ ഇതിപ്പോൾ എന്തിൻ്റെ ഏരിയ ആണ്, ഇതിപ്പോൾ എന്തായിട്ടാണ് നമുക്ക് നോക്കുന്നത്, നമുക്ക് പേരിടാം ABCD. ഈ ABCD എന്താണ്, നമുക്കൊരു റെക്റ്റാങ്കിൾ പോലെ എടുക്കാൻ പറ്റില്ലേ, ആണല്ലോ. എങ്കിൽ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്താ, സൈഡ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നാണ് വരുന്നത്. അപ്പോൾ ഇതൊരു ABCD ഒരു റെക്റ്റാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ ഏരിയ എന്താ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. എങ്കിൽ ഇവിടെ ലെങ്തിലുള്ളത് ആരാണ്, ഇതാണ് ടൈമാണ്. ഇവിടെ ബ്രെഡ്ത്തിൻ്റെ ഇതിൽ വരുന്നത് എന്താണ്, ടൈമാണ്. ലെങ്തിൽ വരുന്നത് എന്താണ്, വെലോസിറ്റി ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, ഏരിയ ഈക്വൽ വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. ആരാണ് വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറയുന്നത്, ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ. അതായത് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്തായിരുന്നു നമുക്കറിയാം, വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. എങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വെലോസിറ്റി ഇൻറ്റു
ടൈമാണ്. അപ്പോൾ നമുക്ക് വെലോസിറ്റി ഇൻറ്റു ടൈം ആരെയാണ് കിട്ടിയത്? ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് ഇവിടെ കിട്ടിയത്. അപ്പോൾ നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫിൽ യൂണിഫോം വെലോസിറ്റിയിലുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ഒരു സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദി ടൈം ആക്സിസ് ആയിരിക്കും. ഇനിയും അണ്ടർ ദിസ് ഗ്രാഫ് ഏരിയ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആരെ കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റിനെ കിട്ടും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എങ്കിൽ അടുത്തതാണ് നമ്മുടെ വെലോസിറ്റി ടൈം ഗ്രാഫിൽ തന്നെ അടുത്ത കേസാണ് പാർട്ടിക്കിൾ മൂവിങ് വിത്ത് യൂണിഫോം ആക്സലറേഷൻ. എന്താണ്? പാർട്ടിക്കിൾ യൂണിഫോംലി ആക്സലറേറ്റ് ചെയ്യുകയാണ്. അതായത് ഈക്വൽ വെലോസിറ്റി ഇൻ ഈക്വൽ ടൈം ഇൻ്റർവെൽ. അതാണ് നമ്മുടെ യൂണിഫോം ആക്സലറേഷൻ കൊണ്ട് പറയുന്നത്. എന്താ? ഈക്വൽ വെലോസിറ്റി ഇൻ ഈക്വൽ ടൈം ഇൻ്റർവെൽ. ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ വെലോസിറ്റി ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ എക്സ് ആക്സിസിലെ ടൈമും വൈ ആക്സിസിൽ വെലോസിറ്റി എടുക്കുന്നു. ഇനിയും ഇതിൻ്റെ യൂണിഫോം ആക്സലറേഷൻ കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ദാ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻഡ് ടു ബോത്ത് ദി ടൈം ആൻഡ് വെലോസിറ്റി ആക്സിസ്. ടൈം ആക്സിസിനും വെലോസിറ്റി ആക്സിസിനും ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഒരു യൂണിഫോം ആക്സലറേഷൻ നമുക്ക് കാണിക്കണമെങ്കിൽ നമുക്കിവിടെ പ്ലോട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. ക്ലിയർ ആയോ? ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ യൂണിഫോം ആക്സലറേഷൻ കാണിക്കാൻ നമ്മൾ വരയ്ക്കേണ്ട ഗ്രാഫ് ലൈൻ എങ്ങനെയായിരിക്കണം? ഇറ്റ് വിൽ ബി ഇൻക്ലൈൻഡ് ടു ബോത്ത് ദി ആക്സിസ്. ഓക്കെ. ഇനിയും ഇവിടെയും നമുക്ക് എന്തുണ്ട്? ഒരു യൂസ് ഉണ്ട്. ഈ ഒരു ഗ്രാഫിനും നമുക്ക് ഇവിടെ എന്തുണ്ട്? യൂസ് ഉണ്ട്. അപ്പോൾ നമുക്കൊന്നും കൂടെ ഈ ഒരു ഗ്രാഫിനെ പ്ലോട്ട് ചെയ്യാം. നോക്കിക്കേ, നമ്മുടെ എക്സ് ആക്സിസിൽ സമയവും വൈ ആക്സിസിൽ വെലോസിറ്റിയും വരയ്ക്കുന്നു. ദെൻ നമ്മളിവിടെ യൂണിഫോം ആക്സലറേഷൻ കാണിക്കുന്നു. ഇതാണ് നമ്മുടെ ഗ്രാഫ്. നോക്കിക്കോ, ഒന്നാമത്തെ ആപ്ലിക്കേഷൻ യൂസ് എന്താണ്? ദി സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ് വിൽ ഗീവ് us ദി ആക്സലറേഷൻ. നമ്മൾ ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുക്കുകയാണ്. സ്ലോപ്പ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്നാണ് പറഞ്ഞത്? ആക്സലറേഷൻ കിട്ടുമെന്നാണ് പറഞ്ഞത്. ചെയ്ത് നോക്കാം. സ്ലോപ്പ് എങ്ങനെയാണ്? ചേഞ്ച് ഇൻ വൈ ആക്സിസ് ബൈ ചേഞ്ച് ഇൻ എക്സ് ആക്സിസ്. അപ്പോൾ സ്ലോപ്പ് ഒന്ന് എടുത്ത് നോക്കിക്കേ. സ്ലോപ്പ് എന്ന് പറയുന്നത് വൈ ആക്സിസിൽ ആരാ വരുന്നത്? വെലോസിറ്റിയാണ്. വെലോസിറ്റി അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമാണ് വരുന്നത്. ആരാണ് വെലോസിറ്റി ബൈ ടൈം എന്ന് പറഞ്ഞാൽ? ആരാ? ആക്സലറേഷൻ അല്ലേ? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമാണ് എന്ത്? ആക്സലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടുന്നത്? ആക്സലറേഷൻ. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ വൈ ആക്സിസിലുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമാണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമാണ് എന്ത്? ആക്സലറേഷൻ. അപ്പോൾ നമുക്കിവിടെ സ്ലോപ്പ് എടുത്താൽ ആക്സലറേഷനെ കിട്ടുന്നു. അടുത്തത് നമുക്ക് എന്താ? ഇതിൻ്റെ ഏരിയ നമ്മൾ എടുക്കുകയാണ്. എന്താ നമ്മൾ എടുക്കുന്നത്? ഏരിയയാണ് എടുക്കുന്നത്. ഈ ഒരു ഗ്രാഫിൻ്റെ അണ്ടറിലുള്ള ഏരിയ നമുക്ക് എടുക്കാം. നോക്കിക്കേ, ഇതിൻ്റെ അണ്ടറിൽ ഏരിയ എടുക്കുക എന്ന് പറയുമ്പോൾ ഇതാ ഈ ഒരു പോർഷൻ്റെ ഏരിയ എടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. നോക്കിക്കേ, ഇതിനെ നമുക്കൊരു ട്രയാങ്കിളായിട്ട് പറയാമല്ലോ. റൈറ്റ് ട്രയാങ്കിളാണ് അല്ലേ? അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും? ഏരിയ ഈക്വൽ ഹാഫ് ബി എച്ച് ആണ്. ബി എന്ന് പറഞ്ഞാൽ എന്താ? ബേസ്. എച്ച് എന്താ? ഹൈറ്റ് ആണ്. ഇവിടെ ബേസിൽ വരുന്ന ആരാ? ടൈമും ഹൈറ്റിൽ വരുന്ന ആരാ? വെലോസിറ്റിയുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടുത്തെ ഏരിയ എടുക്കുമ്പം വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് വരും. ആരാണ് ഈ വെലോസിറ്റി ഇൻറ്റു ടൈം? നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. എങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മുടെ വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറയുന്നത്. ആണല്ലോ? എങ്കിൽ ഈ ഏരിയ നമുക്കിപ്പോൾ എന്ത് കിട്ടി? വെലോസിറ്റി ഇൻറ്റു ടൈം വിച്ച് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഈ ഗ്രാഫിന് രണ്ട് ഉപയോഗങ്ങളാണുള്ളത്. നമ്മളൊരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഒരു യൂണിഫോം ആക്സലറേഷൻ ഉള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻക്ലൈൻഡ് ലൈൻ, നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻഡ് ടു ബോത്ത് ദി ആക്സിസ് ആയിരിക്കും കിട്ടുന്നത്. അതിൻ്റെ ആ ലൈനിൻ്റെ സ്ലോപ്പ് എടുത്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആരെയാണ്? ആക്സലറേഷനെ. ആ ലൈനിൻ്റെ അണ്ടറിലുള്ള ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? എങ്കിൽ അടുത്തതാണ് പാർട്ടിക്കിൾ മൂവിങ് വിത്ത് നോൺ യൂണിഫോം ആക്സലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ. അപ്പോൾ എന്താണ്? നോൺ യൂണിഫോം ആക്സലറേഷനും അതേപോലെ തന്നെ നോൺ യൂണിഫോം ആക്സലറേഷനും നോൺ യൂണിഫോം റിട്ടാർഡേഷനും.
ആ സമയത്ത് എങ്ങനെയാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. നമുക്ക് ആദ്യം എക്സ് ആക്സിസിൽ ടൈമിനെ എടുക്കാം, വൈ ആക്സിസിൽ ആരെ എടുക്കാം, വെലോസിറ്റി എടുക്കാം. ആദ്യത്തെ കേസ് എന്താ? നോൺ യൂണിഫോം ആക്സലറേഷൻ ആണ്. എന്താണ് നോൺ യൂണിഫോം ആക്സലറേഷൻ? അതെന്തായിരിക്കും? നോൺ യൂണിഫോം ആണ്, നമുക്കൊരു അപ്വേർഡ് കർവ് ആയിരിക്കും കിട്ടുന്നത്. അതായത് എന്ത് ചെയ്യുന്നു? സമയം കൂടുന്തോറും വെലോസിറ്റി കൂടുന്നു. അതാണ് എന്ത്? നമ്മുടെ നോൺ യൂണിഫോം ആക്സലറേഷൻ ഇൻ വെലോസിറ്റി ടൈം ഗ്രാഫിൽ. അടുത്തത് എന്താ? നോൺ യൂണിഫോം റിട്ടാർഡേഷൻ. അത് നമുക്ക് എങ്ങനെ കാണിക്കാൻ പറ്റും? ടൈമിനെ നമുക്ക് എക്സ് ആക്സിസിലും വെലോസിറ്റീനെ വൈ ആക്സിസിലും കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? നോൺ യൂണിഫോം റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സമയം കൂടുന്നതനുസരിച്ചിട്ട് നമ്മുടെ വെലോസിറ്റി എന്ത് ചെയ്യണം? കുറയണം. റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ അതാണല്ലോ, സമയം കൂടുമ്പോൾ വെലോസിറ്റി കുറയണം. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ കാണിക്കാൻ പറ്റും? ഇവിടെ ഇതാ ഇങ്ങനെ കാണിക്കാനായിട്ട് പറ്റും. ഒരു നോൺ യൂണിഫോം റിട്ടാർഡേഷൻ എന്ന് പറയുമ്പം ഇത് നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു പ്ലോട്ട്, ആ ഒരു ഗ്രാഫിനെ ഇങ്ങനെ പ്ലോട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്ന കേസുകൾ. ഇനി അടുത്തതാണ് നമ്മുടെ ആക്സലറേഷൻ ടൈം ഗ്രാഫ്. എന്താണ് ആക്സലറേഷൻ ടൈം ഗ്രാഫ്? നമ്മൾ ഒരു ആക്സിസിൽ ടൈമും വേറൊരു ആക്സിസിൽ ആക്സലറേഷനും എടുക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എങ്ങനെ പ്ലോട്ട് ചെയ്യാം? ആദ്യത്തെ കേസ് നോക്കിക്കേ, നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? ആൻ ഒബ്ജക്റ്റ് വിത്ത് യൂണിഫോം ആക്സലറേഷൻ. എന്താണ്? ഒരു ഒബ്ജക്റ്റ് യൂണിഫോം ആക്സലറേഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ആക്സലറേഷൻ ടൈം ഗ്രാഫിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആക്സലറേഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ആക്സിസിൽ, അതായത് എക്സ് ആക്സിസിൽ നമ്മൾ സമയത്തിനെയും വൈ ആക്സിസിൽ നമ്മൾ ആക്സലറേഷനെയും എടുക്കുകയാണ്. ഇനിയും യൂണിഫോം ആക്സലറേഷൻ ആണ്, അതായത് എന്താണ്? ആക്സലറേഷൻ യൂണിഫോം ആണ് എങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഗ്രാഫ്? ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദി ടൈം ആക്സിസ്, ഇതായിരിക്കും ഗ്രാഫ് വരുന്നത്. നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ വിച്ച് ഈസ് പാരലൽ ടു ദി ടൈം ആക്സിസ്. നോക്കിക്കേ, സമയം ഓരോ പോയിന്റുകൾ എടുത്താലും സമയം പോകുന്നുണ്ട്, സമയം കൂടുന്നുണ്ട്, പക്ഷേ ആക്സലറേഷൻ സെയിം ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ യൂണിഫോം ആക്സലറേഷനെ നമുക്ക് ആക്സലറേഷൻ ടൈം ഗ്രാഫിൽ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനിയും ഈ ഗ്രാഫിന് തന്നെ ഒരു യൂസും കൂടെ ഉണ്ട്. എന്താണ് ആ യൂസ്? അപ്പോൾ യൂസ് പഠിക്കാൻ നമുക്ക് ആദ്യം ഇതിനെ ഒന്നും കൂടെ ഒന്ന് പ്ലോട്ട് ചെയ്താലോ? നോക്കിക്കേ, ടൈം, ആക്സലറേഷൻ. നമ്മൾ യൂണിഫോം ആക്സലറേഷനെയാണ് കാണിക്കേണ്ടത്. ഇങ്ങനെയായിരിക്കും ഗ്രാഫ് വരുന്നത്. നോക്കിക്കേ, ഈ ഗ്രാഫിൻ്റെ അണ്ടറിലുള്ള ഏരിയ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏരിയ ഒന്ന് എടുത്തേ. ഇതിൻ്റെ ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് പറയുമ്പോൾ ദാ ഈ ഒരു ഏരിയ ആണ്. ഇതിനൊരു പേര് കൊടുത്തേ, എ ബി സി ഡി. എ ബി സി ഡി എന്താ? ഒരു റെക്റ്റാങ്കിൾ അല്ലേ? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. എങ്കിൽ ഇവിടുത്തെ ഏരിയ ഒന്ന് എടുത്തേ. ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഇവിടെ ലെങ്തിൽ കിടക്കുന്ന ആരാ? ആക്സലറേഷൻ ആണ്. ആക്സലറേഷൻ ഇൻറ്റു ബ്രെഡ്ത്തിൽ ആരാ കിടക്കുന്നത്? ടൈം ആണ്. ആരാണ്? ആക്സലറേഷൻ ഇൻറ്റു ടൈം. നമുക്കറിയാം ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആക്സലറേഷൻ എ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി, വെലോസിറ്റിയിലുള്ള ചേഞ്ച് ബൈ ടൈം ആണ്. ആണല്ലോ. എങ്കിൽ എ ഇൻറ്റു ടി, ആക്സലറേഷൻ ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. അപ്പം നമുക്കിവിടെ ഏരിയ എടുത്താൽ ഇവിടെ കിട്ടാൻ പോകുന്ന എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. വെലോസിറ്റിയിലുള്ള ചേഞ്ച് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഗ്രാഫിൻ്റെ യൂസ്. ഈ ഗ്രാഫ് എന്താ? നമ്മുടെ ആക്സലറേഷൻ ടൈം ഗ്രാഫിൽ യൂണിഫോം ആക്സലറേഷൻ ഉള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു. അവിടെ നിന്ന് ഏരിയ എടുത്താൽ നമുക്ക് ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടുന്നു. ഇതാണ് ഇതിൻ്റെ യൂസ് ആയിട്ട് നമ്മൾ പറയുന്നത്. അടുത്തതാണ് ആൻ ഒബ്ജക്റ്റ് മൂവിങ് വിത്ത് നോൺ യൂണിഫോം ആക്സലറേഷൻ. ഇനി എന്താണ്? ഒരു ഒബ്ജക്റ്റ് ഒരു നോൺ യൂണിഫോംലി ആക്സലറേറ്റ് ചെയ്യുകയാണ്. ആക്സലറേഷൻ ടൈം ഗ്രാഫിൽ നമുക്കതിനെ എങ്ങനെ പ്ലോട്ട് ചെയ്യാൻ പറ്റും? സമയം, ഇവിടെ ആക്സലറേഷൻ. അപ്പോൾ എന്തായിരിക്കും? നമുക്കിതാ ഇങ്ങനൊരു സമയം കൂടുന്നതനുസരിച്ചിട്ട് ആക്സലറേഷൻ കൂടി വരുന്നു. ഇങ്ങനെ ഒരു കർവായിരിക്കും നമുക്കിവിടെ നോൺ യൂണിഫോം ആക്സലറേഷൻ ഇൻ ആക്സലറേഷൻ ടൈം ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ?
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ മോഷൻ ഗ്രാഫ്സ് എന്ന ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതെന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് അല്ലേ, ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ആണ്, എന്താ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഇത് നമ്മുടെ ഈ മോഷൻ ഗ്രാഫ്സ് എന്ന് പറയുന്നത്. നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ഇക്വേഷൻസിൻ്റെ ഒന്നും ഹെൽപ്പ് ഇല്ലാണ്ട് തന്നെ നമുക്കിതിനെ എന്ത് ചെയ്യാം, വിഷ്വലൈസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇതിൻ്റെ ഉപയോഗം. നമ്മൾ ആദ്യം പൊസിഷൻ ടൈം ഗ്രാഫ് പഠിച്ചു, ദെൻ വെലോസിറ്റി ടൈം ഗ്രാഫ് ആൻഡ് ദെൻ ആക്സലറേഷൻ ടൈം ഗ്രാഫ്. അതിൽ ഓരോ കേസുകളിലും ഉള്ള യൂസുകളും എങ്ങനെ ഗ്രാഫിനെ നമുക്ക് അവിടെ യൂസ് ചെയ്യാം, അതിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഏത് ക്വാണ്ടിറ്റി കിട്ടും, സ്ലോപ്പ് കണ്ടുപിടിക്കുമ്പോൾ ഏത് ക്വാണ്ടിറ്റി കിട്ടും, ഇതെല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയെന്നും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു ഓൾ.